യോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം നമുക്ക് കിട്ടും. ഗജകേസരി യോഗം ഒക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉത്തരം കിട്ടാതെ വരുന്ന സമയത്താണ് ഒരു മെൻ്റലി ബ്ലോക്കാണ്, മുന്നോട്ട് പോകാൻ അറിയില്ല, ഒരു പുതിയ വഴി വേണം എന്ന് പറഞ്ഞ് വീട്ടിലിടുന്ന വരും. ഇല്ല, ആ സമയത്തിന് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് യോഗം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ. ഈ യോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. ഗജകേസരി യോഗം, രാജയോഗം, കുറേ യോഗങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മളുടെ ലൈഫിൽ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം നമുക്ക് കിട്ടും. അത് ചില സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് ലോങ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. രണ്ടും വരാറുണ്ട്. അപ്പോൾ ഈ ഗജകേസരി യോഗം ഒക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എനിക്ക് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഒരു പരിഹാരം അതിനകത്തുണ്ടാവും. അവരെവിടെയും പോയി ബ്ലോക്കായി നിൽക്കില്ല. ഒരുപാട് പേരെ എനിക്കറിയാം. കേട്ടോ, എന്നും കായോസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കായോസ് ലൈഫിലൊക്കെ എന്തായാലും ലാസ്റ്റ് അവിടെ ഒരു എന്തെങ്കിലും ആയിട്ട് അതിന്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവരൊക്കെ എന്ത് ആവശ്യപ്പെട്ടായിരിക്കും വരിക? ഈ പ്രശ്നത്തിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരിക്കും വരുന്നത്? ജാതകം നോക്കാൻ വരുന്ന അവർക്ക് വെച്ചാൽ അവരും മെന്റലി ഒരു ബ്ലോക്ക് ആവും. നമ്മൾ ബ്ലോക്കായി നമുക്ക് തോന്നുന്നപ്പോഴാ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പരന്ന ഒരു എങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മൾ ഓൾറെഡി ഗ്യാദർ ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലുണ്ട് പലതിനെ കുറിച്ച്. അത് നമ്മൾ സിറ്റുവേഷനിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സെന്ത് ചെയ്യും? അതിങ്ങനെ കണക്ട് ചെയ്ത് നോക്കും. ഇപ്പൊ ഉള്ള സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന എന്താ കിട്ടേണ്ട എന്താ ഒരു സൊല്യൂഷനാണ്. അങ്ങനെ ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടാതെ വരുന്ന സമയത്താണ് ഒരു മെന്റലി ബ്ലോക്കാണ്, മുന്നോട്ട് പോകാൻ അറിയില്ല, ഒരു പുതിയ വഴി വേണം. ഇതിനാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരിക. പല ആളുകളും വരുന്ന ആൾക്കാർ സങ്കടം തോന്നുന്ന അവർ ഉത്തരമല്ല അവർ അന്വേഷിക്കുന്നത്. അവർ അതിനല്ല സൊല്യൂഷൻ അല്ല അവർ ചെയ്യുന്നത്. അവർ മിക്കവാറും ആളുകൾ ഒരു ന്യായീകരണത്തിനാണ് വരുന്നത്. വല്ല ഗ്രഹദോഷങ്ങളെ കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണേറാണ്, സൊലൈസ്, ഇതാണ് ഇവരുടെയൊക്കെ ആവശ്യം. നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താലും അതിലേക്ക് എല്ലാവരുടെ നിന്നും ശ്രദ്ധ പോവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാറില്ല, ഞാൻ തന്നെ ഗ്രഹം മാറിയതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു. ഈ ന്യായീകരണവും നേരത്തെ യോഗങ്ങൾ നമ്മളെ ജാതകത്തിൽ നല്ല നല്ല ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഈ യോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഗജകേസരി യോഗത്തെ പറ്റിയാണ്. യോഗങ്ങളെ കുറിച്ചാണ് ചോദ്യം. അങ്ങനെ നല്ല യോഗങ്ങളുണ്ടാവും, ചില മോശം യോഗങ്ങളും കാണാറുണ്ട്. ഇത് രണ്ടിനും ആ ദശാ കാലഘട്ടവുമായി അതിന് ബന്ധമുണ്ട്. ആ ജാതകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ യോഗമുണ്ട്, അതുപോലെ ശുക്രാലൊക്കെ നല്ല അവസ്ഥയിൽ പോകേണ്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ഫോർച്യൂൺസ് വരാനുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിടുന്ന വരും. ആ സമയത്തിന് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് യോഗ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ എനിക്ക് നാളെ ലോട്ടറി അടിക്കണേ ലോട്ടറി എടുക്കണ്ടേ, എടുക്കാതെ സ്വപ്നം കണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് യോഗങ്ങൾ പല നല്ല യോഗങ്ങളും മോശം യോഗങ്ങളും ഒക്കെ ഉണ്ട്. ഈ അലംബലഭ്യസ്ഥിതി എന്നൊക്കെ പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അതിന് നമ്മൾ വില്ലിങ് ആവണം. പണി നമുക്ക് തന്നെ. അവർ ലൈഫ് ഈസ് അവർ മേക്കിംഗ്. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഒന്നും സംഭവിക്കുന്നില്ല. അതെ, എല്ലാവരുടെ ലൈഫിൽ ഒരു നല്ല യോഗമെങ്കിലും ഉണ്ടാകുമോ? എല്ലാവരും ഉണ്ട്. ആ ദശാ കാലഘട്ടം എന്ന് പറയുന്നത് ഈ 9 ഗ്രഹങ്ങളുടെയും അവർ റൂൾ ചെയ്യുന്ന ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ശുക്രദശ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ചില ആൾക്കാർക്ക് അത് ചെറുപ്പത്തിലാണ് കിട്ടുക. അവർ അതിനെ ആ സമയത്ത് ഉപയോഗിക്കണം. പഠനത്തിലും ബാക്കി കാര്യങ്ങളും ഉപയോഗിച്ചാൽ അവർക്ക് ബാക്കി ലൈഫ് അവർക്ക് നന്നായിട്ട് പോകും. ഈ നല്ല സമയമൊന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ ഈ ശനിയുടെ സമയം വരുമ്പം ബുദ്ധിമുട്ടുമ്പോൾ ബാക്കിയുള്ളവർ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അന്നേ അറിയാം ഇന്ന സമയത്ത് ഇങ്ങനെ പ്രയാസം വരാനുണ്ട്. പ്രീ പ്ലാൻ ചെയ്യണം. അല്ലെ നമ്മൾ എങ്ങനെയും പോകണം, വലിയൊരു യാത്ര പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വരുന്നുണ്ട്, കുറേ പൈസ വേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പണം കണ്ടെത്താനുള്ള വഴികളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കില്ലേ? കല്യാണം വരുമ്പോൾ കല്യാണത്തിന്റെ തലേ ദിവസമല്ലല്ലോ സ്വർണ്ണം വാങ്ങിക്കാൻ പോവുക.
മുന്നേ നമ്മൾ പ്ലാൻ നേരത്തെ പ്ലാൻ ചെയ്ത് സ്വരുക്കൂട്ടി. അതേപോലെ തന്നെ ജീവിതവും കർമ്മമായ പ്ലാനിങ് നമുക്ക്, അതിനാണ് ഈ സാധനം നമ്മൾ മാനുവൽ വരുന്നത് അല്ലേ. ഇത് പേഴ്സൺ ടു പേഴ്സൺ ഇത് വാരി. എൻ്റെതല്ല നിങ്ങളതല്ല, പുള്ളിയുടേതല്ല ഇയാളുള്ളത് ഒക്കെ. നമ്മളെ തമ്പ് എങ്ങനെയാണോ തമ്പ് ഇംപ്രഷൻ എല്ലാവരും വേറെ വേറെ അല്ലേ. പിന്നെ പേഴ്സണാലിറ്റി അല്ലേ, എന്നെ പോലെ ഒരു പീസ് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ, താങ്കളെ പോലെ പീസ് താങ്കൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ജാതകവും എല്ലാം അങ്ങനെ തന്നെ. ഇപ്പം ഒരു വീട്ടിൽ ജനിച്ച മക്കൾ ഒരേപോലെ ആവാറില്ല, ഒരിക്കലും ഇല്ല. ഇരട്ട പറ്റാലോ, അവിടേക്ക് യൂണീക്കാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില വാസനകളും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അതെ, ഈ കുട്ടികൾ എന്ത് പഠിക്കണം, മുന്നോട്ട് എന്ത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടാവുമോ? പറ്റും, അവർ അഭിരുചി ഏതാണുള്ള കറക്റ്റായിട്ട് കിട്ടും. അഭിരുചി അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സജസ്റ്റ് ചെയ്യാൻ പറ്റും. പറ്റും. ഇപ്പോൾ ഒരു ഡോക്ടർ വീട്ടിൽ പിറന്ന മക്കള് സ്വാഭാവികമായിട്ട് അവർ ഡോക്ടറാക്കാനാണ് ശ്രമിക്കുക. കുട്ടിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും. ഇപ്പോൾ ഞങ്ങളവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത് ഓരോ വർഷം എടുക്കുന്ന അഡ്മിഷനിൽ 3-4 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പഠനഭാരം താങ്ങാതെ. കാരണം അവരെ അഭിരുചി അതല്ല. അങ്ങനെ എന്താ പറയുക, ഞെക്കി പഠിപ്പിച്ച ആളുകളാണ് നാളെ എന്താ പറയുന്നത്. ഇപ്പം നാളെ ഒരു ഡോക്ടറെ കേസ് ഉണ്ടായിരുന്നല്ലോ, മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറാണ്, പുറത്ത് പോയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് അയാൾ ഡിസ്മിസിലാകുന്ന വിഷയം. എന്നുവെച്ചാൽ ആ ചെയ്യുന്ന പ്രൊഫഷനോട് പോലും അവർക്ക് ആത്മാർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെ. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ഓൾറെഡി നമ്മൾ ഈ മാനുവലുണ്ട്. നല്ല ചോദ്യമാണ്, നമുക്ക് പിള്ളേരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യപ്പെട്ട് വരാറുണ്ടോ, എൻ്റെ കുട്ടിക്ക് ഏത് കോഴ്സ് എടുക്കണം? நிறைய പേര് വിളിച്ചു ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പിന്നെ ആസ്ട്രോടോക്ക് എന്നുണ്ടൊരു ഓൺലൈൻ ആസ്ട്രോളജി നോക്കുന്നൊരു മാധ്യമമുണ്ട്, ഞാനത് സർവീസും ചെയ്തിരുന്നു. ഇതിൽ നിറയെ പാരൻസ് ഇതുപോലെ വിളിച്ചു ചോദിക്കാറുണ്ട്, ഏത് പ്രൊഫഷൻ എടുക്കേണ്ടത്, എങ്ങനെ എന്താ പഠിക്കേണ്ടത്, അതിന് ഏതിലേക്കാണ് പോവുക, നിറയെ പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ഈ പറയുന്ന പോലെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അല്ല ചൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. അങ്ങനെ തന്നെ വരാം. ഇപ്പം നമുക്ക് ഇത് പഴയ കാലഘട്ടമല്ല, ഇപ്പം കാലഘട്ടം മാറിയതുകൊണ്ട് ഇപ്പം നമുക്ക് എനിക്ക് താല്പര്യം പെയിൻറ്റിങ് ആണ്. എന്നെ പിന്നെ വേറെ എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ട് എന്നെ ഒരു എഞ്ചിനീയറിങ്ങിന് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ഛനമ്മമാർ ഈ പുഷ് ചെയ്യുന്നത് എന്തിനാ? ഒരു നല്ല കരിയർ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. കാരണം ഞാൻ എന്ത് പഠിച്ചാലും അച്ഛനമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും, എൻ്റെ ഭാവി സെക്യൂർ ആവും. ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ കൺസേൺ. ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെയിൻറ്റർ ആവുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമൊന്നുമല്ല. അതായത് പണ്ട പോലെ ചുമരിലല്ല പെയിൻ്റ് അടിക്കാൻ പോകുന്നത് അല്ലേ. പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്ത് ഗ്രാഫിക് ഡിസൈനിങ്ങോ കാര്യങ്ങളോ പഠിച്ചാൽ നല്ല നല്ല സ്ഥാപനങ്ങളിൽ അല്ലേ, ക്രിയേറ്റിവിറ്റിയാണ് അതൊക്കെ. അല്ലേ, ഇഷ്ടംപോലെ പ്രൊഫഷൻ പുറത്ത് കിട്ടും. ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടും കൂടിയാണ് ഈ അച്ഛനമ്മമാർ ഈ വാശി പിടിക്കുന്നത്. അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമ്പം നമുക്ക് സന്തോഷമാണ്. അവൻ്റെ അഭിരുചി ഇതാണെന്ന് പറയുമ്പം അവർ പിന്നെ അതിൽ പോയ ഏത് ജോലിയാണ് കിട്ടുക. കാരണം അവർക്ക് അറിയില്ല, ഇന്നത്തെ ലോകം വളരെ വൈഡാണ് അല്ലേ. പുറത്ത് ഇഷ്ടംപോലെ സാധ്യത. ഇപ്പോൾ ഡ്രൈവറാവാൻ അഭിരുചിയുള്ള ഒരാൾ, അവനെ പ്രോപ്പറായിട്ട് നമ്മൾ നർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു നാളെ ഒരു റേസിംഗ് സ്റ്റാർ ആവില്ല എന്ന് പറയാൻ പറ്റും. നല്ല ചാൻസ് ഉണ്ട് അല്ലേ. അല്ല അവൻ്റെ അഭിരുചി അവൻ വണ്ടീനോടൊക്കെ റേസ് കൊണ്ട് അവനെ തളർത്താൻ പാടില്ല. ഒന്നും വേണ്ട, നമ്മളിവിടെ കിടന്നിട്ട് എന്താ പറയുക, വലിയ വലിയ സർക്കസ് കാണിച്ചാൽ പോലും കിട്ടാത്ത പൈസ ജർമ്മനിയിലും യൂറോപ്യൻ കൺട്രീസിലും ട്രക്ക് ഓടിച്ച ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു ഇല്ലേ. അതെ 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 ഉണ്ട്. സാഹചര്യങ്ങൾ അതാണ്. അതെ. അപ്പോൾ ഈ ഗ്രഹപ്പകർച്ചകൾ എങ്ങനെയാണ് അനുഭവയോഗ്യമാക്കുന്നത്? ഗ്രഹപ്പകർച്ചകൾ നമ്മൾ ഗോചരത്തിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുക. നമ്മൾ ജാതകത്തിൽ